നമ്മുടെ രാജ്യം ഉറ്റുനോക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്ക്. സ്പേസ് ഡോക്കിംഗ് ദൗത്യം നിർണായക ഘട്ടത്തിലാണ്. ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 3 മീറ്റർ വരെ കുറയ്ക്കാൻ ISROയ്ക്കായി. എന്നാൽ വീണ്ടും ദൂരം കൂട്ടി. ട്രയൽ പൂർത്തിയാക്കിയെന്നും ISRO അറിയിച്ചു. വിവരങ്ങളുമായി ജിജിൻ ജയപാൽ ചേരുന്നുണ്ട്. ജിജിൻ, ബഹിരാകാശ രംഗത്തെ ഇന്ത്യ കുതിപ്പ് തുടരുകയാണ്. പുതിയ സംഭാവനകൾ ലോകത്തിന് നൽകുകയാണ്. ഈ സ്പേസ് ഡോക്കിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ജയലക്ഷ്മി, ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ISROയ്ക്ക് കുതിക്കാനായി എന്ന് തന്നെയാണ്. അതായത് 3 മീറ്റർ അകലത്തിൽ 2 ഉപഗ്രഹങ്ങൾ തമ്മിൽ 2 വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഉപഗ്രഹങ്ങളെ ഏകദേശം 3 മീറ്റർ അകലത്തിലേക്ക് 3 മീറ്റർ അടുത്തേക്ക് കൊണ്ടുവരാൻ ISROയ്ക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇന്ന് ഈ സ്പേഡെക്സ് ദൗത്യത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടമെന്ന് പറയേണ്ടത്. 7:19 വരെയാണ് ISRO നിശ്ചയിച്ചിരുന്ന സമയം. പക്ഷേ ആ സമയത്തിനുള്ളിൽ ഈ സ്പേസ് ഡോക്കിംഗ് പൂർത്തീകരിക്കാനായിട്ടില്ല. കഴിഞ്ഞ 7-ാം തീയതിയും 9-ാം തീയതിയുമാണ് സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്ന സംവിധാനത്തിൽ അല്ലെങ്കിൽ ആ പദ്ധതിക്ക് വേണ്ടിയുള്ള തീയതി പ്രഖ്യാപിച്ചിരുന്നത്. 7-ാം തീയതി നടത്താനിരുന്ന പദ്ധതി 9-ാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു. 9-ാം തീയതിയിൽ നിന്ന് ഇന്ന് ഈ ദിവസത്തേക്ക് ആ പരീക്ഷണം മാറ്റുകയായിരുന്നു. ഇന്ന് ഏറ്റവും നിർണായകമായ 15 മീറ്ററിലേക്കും അവിടെ നിന്ന് 3 മീറ്ററിലേക്കും ഉപഗ്രഹങ്ങളെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു. ആ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം കൂടുതൽ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് അതിനൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് ആ ഉപഗ്രഹങ്ങൾ മാറ്റുക എന്നതാണ് ഈ ദൗത്യത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം കൂടി. ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇന്ത്യ 4 രാജ്യങ്ങൾക്കൊപ്പം അമേരിക്ക, ചൈന, റഷ്യ തുടങ്ങി ഒരു 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ഈ ദൗത്യം പൂർത്തീകരിക്കുന്ന 4ാമത്തെ രാജ്യമായി മാറും. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ബഹിരാകാശ യാത്രകൾക്ക് ബഹിരാകാശ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിലടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്ന ഈ സംവിധാനത്തിലൂടെ കഴിയും. ഈ സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ വലിയ സങ്കീർണമായ പ്രക്രിയയാണെന്ന് തോന്നും. പക്ഷേ അങ്ങനെയൊന്നുമല്ല. കാരണം ഇത് ബഹിരാകാശത്ത് വെച്ച് 2 ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഉപഗ്രഹങ്ങളെ ഒരുമിച്ച് ബഹിരാകാശത്തേക്ക് അയക്കുക എന്ന് പറയുന്ന സംവിധാനമാണ്. ഇത് ബഹിരാകാശത്ത് വെച്ച് തന്നെ 2 ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിച്ച് അവിടെ നിന്ന് മുന്നിട്ടേക്കുള്ള യാത്ര അല്ലെങ്കിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്ന സംവിധാനത്തിൽ പറയുന്നത്. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് 15 മീറ്ററിലേക്ക് ആദ്യം അതിൻ്റെ അകലം കുറയ്ക്കാൻ കഴിഞ്ഞു. അവിടെ നിന്ന് 3 മീറ്ററിലേക്ക് അതിൻ്റെ അകലം കുറച്ചു. ഇപ്പോൾ വീണ്ടും പഴയ പടിയിലേക്ക് അകലം കുറച്ചുകൂടി കൂട്ടി നിലയിലാണ് നിലവിലുള്ളത്. ഇതിൽ നിന്ന് ഇന്ന് തന്നെ ഇതിൻ്റെ ഒരു പദ്ധതിയുടെ വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പദ്ധതി ഉപേക്ഷിച്ചതായി ISROയുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഒരു അറിയിപ്പോ ഉണ്ടായിട്ടില്ല. ജയലക്ഷ്മി. ശരി ജിജിൻ, എന്തായാലും രാജ്യം ഉറ്റുനോക്കുന്ന അഭിമാനകരമായ ഒരു ദൗത്യത്തിലേക്ക് തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും ആകാംക്ഷയോടെ തന്നെ ഉറ്റുനോക്കുകയാണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത്.